നല്ലൊരു ഗംഭീര ലോഫ്റ്റ്. പക്ഷെ എനിക്കിവിടെ അങ്ങനെ തോന്നി ഈ മലയും കാര്യങ്ങളൊക്കെ കണ്ടപ്പോ ഭയങ്കര അല്ല പ്രകൃതി നല്ല ഭംഗിയുള്ള പ്രകൃതി നല്ല സ്ഥലമാണ്. ഭംഗിയായിട്ടുള്ള സ്ഥലം. പക്ഷെ ഫാൽക്കൺ ഭയങ്കര ശല്യം. ഒന്നൊന്നല്ലല്ലോ അല്ലേ, ഒരുപാട് ഒന്നൊന്നുമല്ല, ഒരുപാടുണ്ട്. ഒരുപാടുണ്ട്. പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഒരു 4 കിലോമീറ്റർ മാത്രം ചുറ്റളവിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കിടിലൻ ലോഫ്റ്റ് കാണാൻ വേണ്ടിയിട്ടായിരുന്നു ഇന്നത്തെ എൻ്റെ ഒരു കുഞ്ഞു യാത്ര. കഷ്ടി 10 മിനിറ്റ് മാത്രമേ എടുത്തുള്ളൂ ഈ ലോഫ്റ്റിൻ്റെ പരിസരത്തേക്ക് എനിക്ക് എത്താൻ വേണ്ടി. പാലക്കാട് ഉൾപ്രദേശങ്ങൾ വയലോര പ്രദേശമായതുകൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെയുള്ള കാഴ്ചകൾ സർവ്വസാധാരണമാണ്. പുറത്തു നിന്ന് ഈ ലോഫ്റ്റിൻ്റെ വ്യൂ ഇങ്ങനെയൊക്കെയാണ്. അതിമനോഹരമായി തന്നെ ഈ പള്ളിയുടെ ചുറ്റുഭാഗം കാണുന്ന ഈ വയലോര പ്രദേശങ്ങളും അതിൻ്റെ പുറകിലായി കുറച്ച് വലിയ മലകളും എല്ലാമാണ്. പ്രാവുകൾ പറപ്പിക്കുന്ന കൂട്ടത്തിൽ ഫാൽക്കൺ അറ്റാക്ക് നന്നായി നേരിടുന്ന ഒരു ലോഫ്റ്റ് കൂടിയാണ് ഇത്. ലോഫ്റ്റിൻ്റെ ഉൾവശത്ത് ഷീറ്റിന് മുകളിലായി പ്രാവുകളെ പഴുക്കാനുള്ള ഹവായി കൂട്, കുറച്ചു മാറി ഒരു ആട, അതിൽ കുറച്ച് പലറ്റ് പ്രാവുകൾ നിൽക്കുന്നുമുണ്ട്. അതിന് താഴത്തായി ലോഫ്റ്റിൻ്റെ ഉടമസ്ഥൻ അങ്ങുമിങ്ങും ചുറ്റി നടക്കുന്നുമുണ്ട്. അതായത് സലീം ഉമ്മിനി, ഈ ലോഫ്റ്റിൻ്റെ ഉടമസ്ഥൻ. പോകാം നമുക്ക് സലീം ഉമ്മിനിയുടെ ലോഫ്റ്റിൻ്റെ വിശേഷങ്ങളിലേക്ക്. സലീം കാ പറയാം പക്ഷേ, അപ്പോൾ ഞാൻ കുറേ ആയിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വരണമെന്ന് വിചാരിക്കണം. അപ്പോൾ ഇന്നാണ് ഒരു സമയം കിട്ടിയത്, നിങ്ങളുടെ സമയമൊക്കെ കൂടി ഒഴിവാക്കിയിട്ട്. സലീംക്ക് നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾക്ക് വരാം. പ്രാവ് ഫീൽഡിലേക്ക് വന്നിട്ട് സലീംക്ക് എത്ര കാലമായിട്ടുണ്ടാവും? ഞാൻ പ്രാവ് ഫീൽഡിലേക്ക് വന്നിട്ട് ഒരു 10-20 വർഷം കൂടും. കൂടെ ഇരിക്കുന്ന ആള് ഇതെന്റെ മോനാണ്. എത്രല്ല പഠിക്കണേ? അവൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പഠിക്കണ്ടേ? അവന് പ്രാവിനൊക്കെ നോക്കുകയൊക്കെ ചെയ്യും? ക്രേസ് നോക്കുക പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം പഠിക്കുന്നത് കൊണ്ട് നമ്മളങ്ങനെ അടുപ്പിക്കുന്നില്ല. ചെറിയൊരു ഹെൽപ്പ് ഒക്കെ അവൻ ചെയ്ത് തരുന്നുണ്ട്. സലീമൊക്കെ എന്താ വർക്ക് എന്താ? ഞാൻ ലോഡിങ് ആണ്. പ്രാവിന് പറപ്പിക്കാൻ സമയം സീസണില് നമ്മള് മെനക്കെട്ട് കഷ്ടപ്പെട്ട് പറത്തണം. എടുക്കുകയാണ്, സമയം ഉണ്ടാക്കി എടുക്കുകയാണ്. 20 വർഷത്തെ എക്സ്പീരിയൻസ് സലീമൊക്കെ പറഞ്ഞല്ലോ പ്രാവ് ഫീൽഡില്. അപ്പൊ നമുക്ക് ലൈനേജ് എന്ന് പറയാന് പുറത്തുനിന്ന് കൊണ്ടുവന്ന പ്രാവാണോ, അതോ നിങ്ങൾ പണ്ട് കാലത്തെ ഇത്രയും നല്ല എന്താ വെച്ചാൽ ഞാൻ കുറെ ലോഫ്റ്റിൽ പോയിട്ടുള്ള പരിചയം കൊണ്ട് ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് പ്രാവ് എന്ന് പറയാന് അങ്ങനെ വിരലിൽ എണ്ണാവുന്ന പ്രാവുകളൊക്കെ പുറത്തുനിന്ന് കൊണ്ടുവരാറുള്ളൂ. പിന്നെ അവരുടേതായിട്ടുള്ള ബ്രീഡിങ്ങും കാര്യങ്ങളൊക്കെയാണ് സെറ്റ് ചെയ്യുക. അപ്പൊ അങ്ങനത്തെ എന്തെങ്കിലും ആണോ, അതോ നിങ്ങൾ പുറത്തുനിന്ന് കൊണ്ടുവന്നിട്ടാണോ പ്രാവിനെ സെറ്റ് ചെയ്യുന്നത്? ഇതില് ഞാൻ ലൈനേജ് അറിഞ്ഞാൽ മതി, ഏതൊക്കെയാണ് കൊണ്ടുവന്നിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ ഒരു 2 എണ്ണം അങ്ങനെ നമ്മളെ അത്രമാത്രം വേണ്ടപ്പെട്ടിടത്തുനിന്ന് മാത്രം പോയിട്ട് അവര് നിർബന്ധിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ എടുക്കുകയോ ചെയ്യുന്ന അങ്ങനെയുള്ളവരെ കുഞ്ഞുങ്ങളെല്ലാം പറത്താൻ കൊണ്ടുവരും. പിന്നെ നമ്മുടെ ഇവിടെ ഉള്ളത് തന്നെയാണ് നമ്മള് കുഞ്ഞുങ്ങൾ എടുക്കാറുള്ളത്. പെട്ടെന്നൊരു പ്രാവ് കൊണ്ടുവന്ന ഓർമ്മ എന്ന് പറയുമ്പോൾ എങ്ങനെ ഒരു മെമ്മറി പറയാൻ പറ്റും? പെട്ടെന്ന് കൊണ്ടുവന്നൊരു ഓർമ്മ പറയുമ്പോ ഒരു 10-15 വർഷം മുന്നിലുള്ള കാര്യം ഒന്ന് ഓർമ്മിച്ച് പറയാൻ പറ്റും? 15 വർഷം മുന്നേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഒരു കൂട്ടുകാരുണ്ടായിരുന്നു. പേര് ഓർമ്മയുണ്ടോ? പേര് സുരേഷ് എന്നാണ്. അവൻ ഇപ്പൊ ഇല്ല, പ്രാവ് ഫീൽഡിൽ ഇല്ല. അപ്പൊ അവൻ അങ്ങനെ പ്രാവ് അന്ന് അവന്റെ നിറയെ തോനെ പ്രാവുണ്ടാവും. അന്ന് നമ്മള് ഇന്നത്തെ പോലെ പറത്തുക പന്തയം അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു ക്രൈസിന് വളർത്തിക്കൊണ്ട് വന്നതാണ്. നമ്മൾക്ക് ഇപ്പോഴാണ് അതിനെ കുറിച്ച് കൂടുതൽ വളർത്തണം, അത് നമ്മള് ഓട്ടണം, നമുക്ക് ടൈം എടുക്കണം എന്നൊരാഗ്രഹങ്ങൾ കുറച്ചു കാലമായിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ആദ്യം 2 പ്രാവിൽ തുടങ്ങിയതാണ്. പിന്നെ അങ്ങനെ ഇപ്പൊ ഇങ്ങനെ ആയി തോന പ്രാവുകളൊക്കെ. 2 പ്രാവ് എന്ന് പറയുമ്പോ അത് കളറ് സബ്ജ സുർമ ജാക്കാതെ ഏതെങ്കിലും? അതിലൊരു വള്ളിയിലൊരാണും ഒരു ചോരക്കണ്ണുള്ള ഒരു പട്ടിയാണ് ഞാൻ ആദ്യമായിട്ട് പ്രാവ്. വെള്ളയിൽ കരിങ്കണ്ണാണോ അതോ? വെള്ളയിൽ കരിങ്കണ്ണാണ്. അതിലും ചോരക്കണ്ണുള്ള ഒരു പട്ടയും. പിന്നെ പിന്നെ അതിന് ഇങ്ങനെ എടുത്തിട്ട് സുരേഷ് എന്ന് പറഞ്ഞ ആളടുത്ത് കൊണ്ടുവന്ന പ്രാവ്. റിസൾട്ട് കാര്യങ്ങളൊക്കെ? റിസൾട്ട് ഇപ്പൊ അതിന് അതിന്റെ ആ വർഗം നമ്മുടെ നന്നായി പറവയ്ക്ക് വരാറുണ്ട്. ഇപ്പൊ പിന്നെ ഇപ്പൊ പറയുമ്പോ കലർന്ന് കുറെ പ്രാവുകളൊക്കെ മിക്സിംഗ് ആയി വന്നിട്ടുണ്ട്. അതെ, മിക്സിംഗ് ആയിട്ട് അങ്ങനെ വരുന്നുണ്ട്. ഓരോ വർഷവും അതിങ്ങനെ ഒരു ഇതായിട്ട് വരണം എന്ന് കണക്കൂട്ടിക്കൊണ്ട് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുക വരുന്നത്. പിന്നെ ഇവിടെ കുറെ എടുക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഇവിടെ 2-3 ലോഫ്റ്റ് ഞാൻ വിസിറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഭാഗത്തൊക്കെ. ഇപ്പൊ ഫാൽക്കൺ അറ്റാക്ക് നന്നായിട്ട് പറയുന്നുണ്ട്. ഈ മല ഇത്ര അടുത്തുണ്ടാവുന്ന സമയത്ത് ലഗഡിന്റെ ശല്യം അല്ല ഫാൽക്കന്റെ ശല്യം അതാണ് ഏറ്റവും കൂടുതലുള്ളത്. അതാണ് നമ്മൾക്ക് പ്രാവിനെ നമ്മളിപ്പോ പ്രാവ് കൂട്ടി സെറ്റാക്കി നമ്മൾക്ക് വിശ്വസിച്ച് പ്രാവിനെ വിട്ടാലും നമ്മൾക്കത് കിട്ടുന്നില്ല. എന്റെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞാൻ പന്തയം വിട്ടിട്ട് എന്റെ പന്തയം വിട്ട പ്രാവുകളിനെ ലഗഡ് ഒരുപാട് കൊണ്ടുപോയി. അത് ഭയങ്കര തീരെ നഷ്ടമായിരുന്നു. കഴിഞ്ഞ ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. മറ്റേ നമ്മള് തോണിപ്പാളയം ശിവദാസനായിരുന്നല്ലേ? അതെ. 7 മണിക്ക് സമയം കുറിച്ചിട്ട് 7:05, 7:30 ആകുമ്പോഴേക്കും പ്രാവിനെ എടുത്തിട്ട് പോയി. ഭയങ്കര ഒരു ഫീൽ ആയിരുന്നു. പിന്നെ ഇതിൽ നമ്മൾ മെനക്കെടുന്നത് ഇപ്പൊ സീസൺ ടൈമിൽ മാത്രമേ സലീമൊക്കെ നിൽക്കുള്ളൂ. പറപ്പിക്കാൻ മാത്രമൊന്നുമില്ല, വെറുതെ. അല്ലാതെ ഞാൻ എന്റെ വർക്ക് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് നോക്കിയിടും, അങ്ങനെ കയറ്റും. അങ്ങനെ നമുക്ക് അതിനുള്ള സമയം കൂടി ഉണ്ട്. കണ്ടെത്തണം. സീസൺ ആയിട്ടുണ്ടല്ലോ, അപ്പൊ പന്തയങ്ങള് 4 പന്തയം ചേർന്നിട്ടുണ്ട്. പ്രാവശ്യം വിടണം എന്നാണ് ആഗ്രഹിക്കുന്നത്. പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ തന്നെയാണ് 4ഉം ഉള്ളത്. അപ്പൊ നമുക്ക് എന്താണ് സലീംക്കാക്ക് പെട്ടെന്ന് നമുക്കൊരു പ്രാവുകളെ കുറിച്ചിട്ട് സലീംക്കാട് ഒരു ഓർമ്മയില്
ഒരു പറവയിനെ കുറിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ഞാൻ ചോദിക്കുകയാണെങ്കിൽ സലീംക്ക് എന്താണ് അത് നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറവേനെ കുറിച്ച് ചോദിക്കുക പറഞ്ഞാൽ നമ്മളെ ഇതിനെ നല്ല ബ്രീഡിന്ന് എടുത്ത് കുഞ്ഞുങ്ങളെ പഴക്കാൻ വിട്ട് പിന്നെ അതിനെ ചിറ്റിച്ച് അത് പറവയ്ക്ക് വരുന്നത് നോക്കി സമയം കണ്ടെത്തി പറത്തി അങ്ങനെ എത്തുകളെ ഞാൻ നോക്കാറുള്ളൂ. പിന്നെ ഞാന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ കൂട് കാണുമ്പോ പറയാം ഞാൻ കുഞ്ഞുങ്ങളിനെ എടുത്ത് ഇങ്ങനെ കുറച്ച് കാച്ചലിടും. അത് കഴിഞ്ഞ് പിന്നെ പ്രാവുകളുടെ കൂടെ വൈകിട്ട് ഇങ്ങനെ വന്നിട്ടൊന്ന് ചിറ്റിക്കും. അങ്ങനെ പിന്നെ അതിങ്ങനെ പറവയ്ക്ക് വരും എന്ന് പ്രതീക്ഷയുള്ളതിനെ വീണ്ടും പറത്തും. ഇവിടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇവിടെ തൊട്ടുള്ള ലോഫ്റ്റുകാര് സപ്പോർട്ടൊക്കെ ചെയ്യും. പ്രാവ് സപ്പോർട്ട് ചെയ്യാറുണ്ട്. പിടുത്തം കാര്യങ്ങളൊക്കെ പിടുത്തമുണ്ട്. പക്ഷെ ചില സമയത്ത് നല്ല പ്രാവുകളൊന്നും പോയി പൊട്ടാരും തരില്ല. എന്നാലും വലിയ കുഴപ്പമില്ല, വലിയ ശല്യം പറയാനൊന്നുമില്ല. ഇല്ല. അപ്പൊ ഇപ്പൊ പറത്തിക്കൊണ്ടിരിക്കുന്ന പ്രാവിനൊക്കെ നമുക്ക് കാണാൻ പറ്റുമോ? തീർച്ചയായും കാണാം. ജോഡികൾ ഇപ്പൊ പിരിച്ചിട്ടായിരിക്കും. ജോഡിയെല്ലാം പിരിച്ചിട്ടിരിക്കുകയാണ്. എന്റെ കുറച്ച് കുഞ്ഞന്മാരെ എടുത്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ ഒരു കുറച്ചു നേരം പറത്തി സീറ്റിംഗ് ആക്കിയിട്ടുള്ള പ്രാവശ്യം വിടണം എന്ന് പറഞ്ഞിട്ട് പ്രതീക്ഷ നിൽക്കുന്ന കുറച്ച് പ്രാവുകളുണ്ട്. കാണാം. ഷെഡൊക്കെ നല്ല ഗംഭീരമാക്കി വരുന്നുണ്ട്. കുറച്ച് കൂടുകളുണ്ട്, ഇങ്ങനെ ചെറിയ കൂടുകൾ. അപ്പൊ നമുക്ക് ഇവരുടെ വെള്ളമായിട്ട് തന്നെ പ്രാവുകളെ കാണാൻ കൈപ്പിടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ വലിയ പ്രാവുകളായിട്ട് പഴയ പ്രാവുകൾ എന്ന് പറയാൻ അതിന്റെ വർഗ്ഗങ്ങളല്ലേ? അതെ, അതിന്റെ വർഗ്ഗങ്ങളേ ഉള്ളൂ. അതിന്റെ ഇതെല്ലാം പോയി. പക്ഷെ അതിന്റെ വർഗ്ഗം നമ്മുടെ ലേനേജ് എന്ന് പറയുന്നതിന്റെ ആ കുറച്ചെണ്ണം കൂടി ഉണ്ട്. ഇതാണ് കയ്യിലുള്ള പ്രാവ്. അതിലിപ്പോ ഇതെന്റെ ആ ജോഡിയുടെ ഇതാണ് കിടക്കണത്. ഇത് പിരിച്ചിട്ടിരിക്കുക. ഫീമെയിൽ പ്രായം ഉണ്ട് തോന്നുന്നുണ്ട്. ഇതാവുണ്ട് വയ്യ നടക്കാനും. അത് കുറെ ആയില്ലേ, അതിന്റെ ആ ഒരു ഇതിന് അങ്ങനെ ഇതായി നിൽക്കുക. പിന്നെ അതിന്റെ കുഞ്ഞുങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതിനകത്തുണ്ട് ഉള്ളതില്ലേ. അടുത്തൊരു കരിങ്ങണ്ണാണ് ആള് കാണിച്ചു തന്നുണ്ട്. നോക്കാം. ഇതെല്ലാം ആ പ്രാവിനൊന്നും പുറത്തു വിടും. ഇതെല്ലാം ലേനേജിലുള്ള പ്രാവുകളാണ്. ഇതിന് ഏകദേശം എത്ര വയസ്സുണ്ടാവും? ഇതിന് ഇപ്പൊ ഒരു 6-7 വർഷം 7 വയസ്സുണ്ടാവും. കുഞ്ഞുങ്ങളൊക്കെ ഇതിന്റെ നല്ല റിസൾട്ട് ഉള്ള കുഞ്ഞുങ്ങളാണ്. ഇനി ഇങ്ങനെ കരിങ്കണ്ണ് പ്രാവ് വരുന്ന സമയത്ത് നമ്മൾ ഫീമെയിൽ സെലക്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് സെലക്ട് ചെയ്യണത്? ഫീമെയിൽ മഞ്ഞക്കണ്ണാണോ ഇടുക അതോ കരിങ്കണ്ണ്? ഞാൻ ഇതിനകത്ത് നമുക്ക് റിസൾട്ട് ഉള്ള പ്രാവിന് അതിനകത്ത് കരിങ്കണ്ണ് ചോരക്കണ്ണ് മിക്സ് ചെയ്യാറുണ്ട്, മഞ്ഞക്കണ്ണ് മിക്സ് ചെയ്യാറുണ്ട്. റിസൾട്ട് ഉള്ള പ്രാവുകളൊക്കെ പോയി വരും ഓർമ്മയും കാര്യങ്ങളും. അതെല്ലാം മെമ്മറി കറക്റ്റ് ആയിട്ടുള്ള പ്രാവുകൾക്ക് നമ്മൾ അങ്ങനെയാണ് ഈ വലിയ ജോഡികളുടെ ഒക്കെ ഇതിന്റെ കുഞ്ഞുങ്ങളിൽ മിസ്സായാലും തിരിച്ചു വരും. വീണ്ടും ഒരു കരിങ്കണ്ണിലൊരു മെയിൽ പ്രാവിനെ എടുത്ത് തന്നിട്ടുണ്ട്. ഇവിടെ അങ്ങനെ വിട്ട് കാണിക്കാൻ പറ്റുമോ? വിടാം. ഇത് പറയുമ്പോ ഈ പ്രാവ് പറയുമ്പോ ഇത് മധുര ഇപ്പൊ നമ്മൾ നേരത്തെ കാണിച്ചതിന്റെ താഴത്തെ അങ്ങനെ ഏട്ടനി അങ്ങനെ നമ്മുടെ ആ ഒരു ലേനേജിലുള്ള പ്രാവ് തന്നെയാണ് ഇതെല്ലാം. ഇത് സംഭവം എന്താ വെച്ചാൽ മൂപ്പർക്ക് ഒരു 20 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പൊ അവർക്ക് അറിയാം കരിങ്കണ്ണ് പ്രാവുകളെ കുറിച്ചിട്ട്, പ്യൂർ ആയിട്ടുള്ള കരിങ്കണ്ണ് പ്രാവുകളെ കുറിച്ചിട്ടുള്ള സംഭവങ്ങൾ അറിയാം. അതാണ് തോന്നുന്നുണ്ട് ഇങ്ങനെ കരിങ്കണ്ണ് പ്രാവുകളൊക്കെ ഇതാക്കിയിട്ടില്ല. നമുക്ക് ഇങ്ങനെ തന്നെ ഇതേ ലൈൻ തന്നെ മറ്റേ ഫീമെയിൽ വരുന്ന സമയത്ത് മഞ്ഞക്കണ്ണും ചോരക്കണ്ണും അങ്ങനെയൊക്കെ ഉള്ളതുണ്ടോ? അതിനകത്തുണ്ട്. ഇതിന്റെ തന്നെ ലൈന് ഫീമെയിൽ ഒന്ന് കാണിച്ചു തരാൻ പറ്റുമോ? ഫീമെയിലിന് അടുത്ത് കാണിച്ചു തന്നിട്ടുണ്ട്. ഫീമെയിൽ ശരിക്കും ഒരു മെയിലിന്റെ ഒരു ഷേപ്പ്, നല്ല ഗംഭീര തലക്കെട്ട് കാര്യങ്ങളൊക്കെ ഉള്ളത്. സലീം ഈ പ്രാവ് ആ പ്രാവിന്റെ ലൈനേജ് തന്നെയാ? ഒന്ന് പുറത്തുനിന്ന് കിട്ടിയാൽ പറഞ്ഞുതരും. ഇതിന്റെ ഒന്ന് പറഞ്ഞുതരുമോ? ഇതൊക്കെ എത്ര വർഷമായി ഈ പ്രാവ് ഇടുന്നത്? ഇതെല്ലാം അതിന് ഈ നമ്മൾ ഓരോ സീസണുകളുടെ മാറ്റമേ ഉണ്ടാവുള്ളൂ. ഓരോ കുഞ്ഞെടുക്കുന്നതിന്റെ ആ ഒരു സ്റ്റെപ്പായി എടുക്കുന്നതിന്റെ അങ്ങനെയുള്ള കുഞ്ഞുങ്ങളാണ്. ഷിവറിങ് കുറച്ച് കൂടുതലുള്ള പ്രാവാണ്. ഷിവറിങ്ങുള്ള ബേഡുകളെ കുറിച്ചിട്ട് നമുക്ക് ഒട്ടുമിക്ക ആൾക്കാർക്ക് അറിയാം, നല്ല പേടിയ കാര്യങ്ങൾ. അപ്പോ ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇവിടെ ഇതേപോലത്തെ പ്രാവുകൾ തന്നെയാണ് ഒട്ടുമിക്കതും ഉള്ളത്. നമുക്ക് കുറച്ച് ചോരക്കണ്ണും പിന്നെ ഇവിടെ കലർത്തിയെടുത്ത പ്രാവുകളെ കൂടിയിട്ട് കുറച്ച് കലർത്തിയെടുത്ത അതും കൂടി നമുക്കിങ്ങനെ കാണാം. ചിലപ്പോൾ നമുക്ക് ചോരക്കണ്ണില് മറ്റേ ഫീമെയിൽ ഉണ്ടോ? നമ്മളെ മഞ്ഞയും കരിങ്കണ്ണോട് ഇട്ടിരിക്കുന്നത്. അപ്പൊ ആ വർഗത്തിൽ ഒരു ഫീമെയിൽ ഉണ്ട്. കാണിച്ചു തരാം. ഈ കൂട്ടില? അതെ. പിടിക്കണമെന്നില്ല. പുളിച്ചറിയാം. കൂട്ടിലിട്ട് കാണിച്ചു തന്നാലും മതി. അല്ല, ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം, നോക്കട്ടെ. അതേ സംഭവം, അതേ തലക്കെട്ട് തന്നെയാണ്. ഇപ്പൊ നേരത്തെ കണ്ട ഫീമെയിലിന് അതേ തലക്കെട്ടായിട്ടുള്ള പ്രാവ്. ചെറിയ ചുണ്ട്. ഇത് കലർന്നിട്ട് ബ്ലൂ ചുണ്ട് ഒന്ന് കൂട്ടിലൊന്ന് ഇട്ട് കാണിച്ചു തരുമോ പ്രാവിനെ? പഴയ കൂടാല്ലേ? അതെ, പഴയ കൂടാണ്. അല്ല, പിരിച്ചിട്ടപ്പോ എല്ലാം വന്നാണ്. പഴയ കൂടാണ് പ്രാവ്. ഇതാണ് ആ ഫീമെയില്. പറഞ്ഞ് കണ്ടിട്ടുള്ള ഫീമെയില്. അത്യാവശ്യം ഇതൊക്കെ ഏജ് എത്രയുണ്ടാവും? ഇതിനും ഒരു 4 വയസ്സ് അത്ര ഉണ്ടാവും. കുഞ്ഞെടുത്തോണ്ടിരിക്കുന്നു. അതെ. ഓക്കെ. ശരി. പിന്നെ നമുക്കിപ്പോ ഇപ്പൊ 2-3 ലൈനേജ് അതേ വർഗത്തിൽ നിന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പൊ കുറച്ച് ഇപ്പൊ ക്രോസിംഗിലാണ് പ്രാവുകളുടെ പറവശൈലിയും നല്ല ഘാട്ടൊക്കെ ഉള്ള പ്രാവ്. അപ്പൊ ഇവിടെയും എന്തായാലും സാധനം ഉണ്ടല്ലോ. അപ്പൊ ജോഡി എന്തായാലും പിരിച്ചിട്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഫീമെയിൽ വേറെ മെയിൽ വേറെ അല്ലേ? ചിലത് മാത്രം ജോഡിയിൽ ഉണ്ടാവുള്ളൂ. ഒറ്റയ്ക്ക് നിൽക്കുന്നുണ്ടായിരുന്നു.
അപ്പൊ നമുക്ക് കൂട്ടും തന്നെ പ്രാവുകളൊന്ന് ഞാൻ കാണിച്ചു എന്റെ തരാം. കാണിച്ചു തരാം. ഓക്കെ, നമുക്ക് ഇങ്ങനെ മേലെ ഒന്ന് വരുമ്പോ ഈ പ്രാവ് ഏതാ? ഇത് നമ്മുടെ ഇവിടെ ഉള്ളത് തന്നെയാ. ഞാൻ കലത്തി ഫസ്റ്റ് മുതലേ കലത്തി ഇങ്ങനെ കൊണ്ടുവരുന്നതിലൊരു ബ്രീഡിന്റെ ഇതാണ്. ഒരു ചോരക്കണ്ണല്ലേ? അതെ അതെ, ചോരക്കണ്ണാണ്. പുള്ളിയിലെ? അതെ, പുള്ളി. പിന്നെ നേരെ പിന്നെ ഇതൊരു ബൂതിയുടെ ഒരു ഇതായിട്ടുള്ള പ്രാവാണ് ഇത്. ഇത് ഇങ്ങനെ വരുമ്പോലെ. അതെ, ഇത് ചോരക്കണ്ണല്ലേ? അതെ, കത്തങ്ങ അല്ലെ? കത്തങ്ങ. ഓക്കെ. പിന്നെ നമുക്ക് ഇങ്ങനെ വരുമ്പോ ഇത് നമ്മൾ കണ്ട പ്രാവ്. അത് ഇത് നമ്മൾ നേരത്തെ കണ്ട അതാണ്. ഇതിലത്തെ പ്രാവ്, ഈ ഒരു പ്രാവോ? ഈ പ്രാവ് എന്റെ ഒരു പഴയൊരു ജോഡി ഉണ്ടായിരുന്നു. എന്റെ അച്ഛനും അമ്മയും എല്ലാം പോയി. നമ്മൾ നേരത്തെ പറഞ്ഞ പഴയ ഐറ്റം. അതെ അതെ അതെ, അതിലൊരു ജോഡിയുടെ ഒരു കുഞ്ഞാണിത്. ഇതിന് കറക്റ്റ് ആയിട്ടുള്ള പേരെന്താണ് ഈ പ്രാവിന്റെ? ഇത് സബ്ജക്ട് എന്താ? ഈച്ചപ്പുള്ളി, ജീര, എന്താ പറയാ? നമ്മൾ ജീരാന്നാ പറയാ. ജീരാന്നാ പറയാ. ഓക്കെ. നമുക്ക് ഇങ്ങനെ ഇതിന് മേലെ ഒരു ജാക്കറ്റിൽ ഒരു ആണിനെ കാണുന്നത്. അതെ, ഇതെങ്ങനെയാണ്? ഇത് ഇവിടുത്തെ പ്രാവിനെ? അതെ അതെ, ഇത് ഇവിടുത്തെ പ്രാവിന്. ഓക്കെ ഓക്കെ, നല്ല മെയിൽ പ്രാവ്. ഇതിലൊരു സബ്ജാണ് കുറച്ച് പ്രാവുകളെ കാണുന്നുണ്ട്. ഉണ്ട്. റക്കാള. അതെ, ഇത് നമ്മുടെ ആ നേരത്തെ കണ്ടതിന്റെ ആ ഒരു ബ്രീഡിന്റെ ഇതാണ്. ഒരു വെള്ളിയും ഇതും പാടുകൂടി. അതെ, ശരിക്കും നല്ല മൈന പറയും, കോഴിക്കോട്ടുകാർ മൈന പറയും. പക്ഷെ വാലില് അത്ര ഇതില്ല. മെയിലല്ലേ പ്രാവ്? അതെ അതെ. ഇങ്ങനെ വരുമ്പോ ഇതൊരു സൂപ്പർ പറയും. സൂപ്പർ. നല്ലൊരു ഇതാണ്. അതിന്റെ ഒരു ജോഡി തന്നെ ഒരു പ്രത്യേക ഒരു നല്ല മെമ്മറി ഉള്ള ഒരു ഇതാണ്. ഇതൊക്കെയാണ് ഇപ്പൊ നമ്മള് വെച്ചിട്ടുള്ളത്. വെച്ചിട്ടുള്ള പ്രാവുകളായിരുന്നു പ്രാവ്. ഈ പ്രാവ് ഇത് നമ്മളാ മുകളിൽ കണ്ടില്ലേ, ഇവരൊക്കെ ഉള്ള കുഞ്ഞിലെ? അതെ അതെ. ഇത് എത്ര വയസ്സുണ്ട് ഈ പ്രാവിന്? ഇതിനൊരു 7 വയസ്സുണ്ടോ? 7 വയസ്സ്. ഒരു വെള്ളം നിൽക്കണോ? നല്ലൊരു വെള്ളമാണ്. ഒക്കെ ഇവിടുത്തെ കൂടുതലായിട്ടൊന്നും ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ഈ നാടൻ വരുന്ന സമയത്ത് നാടനിലൊരു ജോഡി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ നമ്മുടെ ഒരു കൂട്ടുകാരൻ തന്നപ്പോ അങ്ങനെ കൂടുന്നതാണ്. നാടൻ പ്രാവ് പറയുമ്പോൾ കറക്റ്റ് ശ്രദ്ധിച്ചോളി. വെള്ളക്കണ്ണ് പ്രാവിന്റെ ചുണ്ട് നോക്കിയോ, ഇതാണ് ഒറിജിനൽ ആയിട്ടുള്ള പ്രാവ്. അത് ഈ പഴയ കൂടുകളിൽ വന്നാൽ മാത്രമാണ് ഇതുപോലത്തെ ഐറ്റം പ്രാവിനെ കാണാനുള്ളൂ. ഇതാണ് ഒറിജിനൽ ആയിട്ടുള്ള നാടന്റെ ആ തലക്കെട്ടും ആ ചുണ്ടും വരുന്നത് കേട്ടാ. ഇതാണ് പ്രാവ്. അപ്പൊ താഴത്ത് വരുമ്പോ ഒരു പ്രാവിനെ കാണുന്നുണ്ട്, ഒരു ജാക്ക് വാലില് പ്രാവ്. ഇത് നമ്മുടെ ആ വംശത്തിന്റെ അതിന്റെ തന്നെയാണ്. അങ്ങനെ ഉണ്ടല്ലേ. ചിലത് തലക്കെട്ടൊക്കെ ഒരു ഇതുണ്ട്, എന്നാലും നമ്മൾ കലത്തിയെടുക്കുന്നത് കൊണ്ടേ. നമ്മൾ ആ കൂട്ടിൽ കണ്ട ആ വാലുകറുപ്പിന്റെ അതേ തലക്കെട്ടായിട്ടുള്ള ഒരു പ്രാവ്. ഈ പ്രാവോ വെള്ളക്കരിങ്ങണ്ണ? ഇത് നമ്മുടെ ഒരു കൂട്ടുകാരൻ എനിക്ക് തന്നതാണ്. അവൻ പ്രാവെല്ലാം ഒഴിവാക്കണമെന്ന് പറഞ്ഞപ്പോ അവൻ എനിക്ക് തന്നതാണ്. ഇത് റക്ക ഇറങ്ങിയതാണോ അതിങ്ങനെ പിടിച്ചിട്ടിരിക്കുക? അല്ല, അതിന് ലേശം ഏജ് ഉണ്ട് പ്രാവിന്. അതുകൊണ്ട് ഭയങ്കര അല്ല. ഇപ്പൊ ഈ കൂട് കാലി. ഇതില് പ്രാവില്ലേ? ഉണ്ട്. ഒന്ന് കാണിച്ചു തരോ? ഓ, കരിങ്ങണ്ണ് കാണാം. ഇതേതാ പ്രാവ്? ഇത് നമ്മളൊരു ഒരുത്തൻ തന്നതാണ്. നമ്മളിപ്പോ നേരത്തെ പറഞ്ഞില്ലേ, അവൻ കൂടെ ഒഴിവാക്കുമ്പോ നമ്മൾക്ക് അവനെ സബ്ജാ കരിങ്ങണ്ണ എന്ന് പറഞ്ഞപ്പോ അങ്ങനത്തെ ഒരു പ്രാവ് ഇല്ല നമ്മുടെ കയ്യിൽ. അപ്പൊ നമ്മ അതിനു വേണ്ടി ശരിക്കും പറയുകയാണെങ്കിൽ ഇപ്പൊ എത്ര നമ്മളെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണെങ്കിലും ചില പ്രാവുകളെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കലർത്താന്നുള്ള ലെവലിൽ ഇത് എടുക്കണമെന്ന് തോന്നുന്നുണ്ട് ഈ പ്രാവുകളൊക്കെ. അപ്പൊ ഇത് കലർത്താൻ കൊണ്ടുവന്ന? അതെ അതെ. ഇനിയിപ്പോ നമ്മ അടുത്ത സീസൺ ആകുമ്പോ ഇതിന്റെ കളത്തി കുഞ്ഞു എടുക്കണം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതെ. ഇത് അധികം ഏജ് ഇല്ല തോന്നുന്നല്ലേ? ഇതിന് ഏജ് ഇല്ല. ഇത് നമ്മുടെ ഇവിടെ ഉണ്ടായ പ്രാവാണ്. ഇപ്പൊ കുറച്ചങ്ങനെ ഞാൻ ഓട്ടി അങ്ങനെ നിർത്തിയിരിക്കുകയാണ്. ഇനിയിപ്പോ ഈ സീസണിലൊന്ന് വിട്ട് നോക്കാം. ഇത് മറ്റേ ഐറ്റം നേരത്തെ. അതെ അതെ, അതന്നെയാണ് അതിന്റെ കാണുമ്പോ തന്നെ അറിയേണ്ട പ്രാവ്. ഇതിപ്പോ ലൈറ്റ് അടിച്ച് കാണിക്കാണ്. മഞ്ഞ കണ്ണാലോ? റിങ് നല്ല കറക്റ്റ് ആയി കാണുന്നുണ്ട്. ഇങ്ങനെ വരുമ്പോ ഒരു സബ്ജാപ്പ്. ഇത് നമ്മുടെ ഇതുള്ളതാണ്. നമ്മുടെ ഇവിടെ ഓട്ടി നമ്മളെ സെറ്റാക്കിയ പ്രാവാണ്. വിടണം. ഇതൊരു പ്രാവ്. ഇതിനെയും വിടണം. പറവ കണ്ടാ നല്ല. ഇതെല്ലാം പ്രാവശ്യം നമ്മൾ വിടണം. നമ്മൾ ചിറ്റിച്ച് കുറച്ചു നേരം പറപ്പിച്ച് നിർത്തിയിരിക്കുകയാണ്. സലീംക്ക് ഇവിടെ ചെറിയ പ്രാവുകളൊക്കെ നിൽക്കുന്നുണ്ട്. ഞാൻ സംഭവിച്ചിട്ട് ഇപ്പൊ ഈ കൂട്ടത്തെ പ്രാവിനെ കാണിച്ചിട്ടുണ്ട്. ചെറിയ പ്രാവുകൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ സലീംക്ക് ഈ ഓട്ടാൻ എടുക്കുന്ന പ്രാവുകൾ ഉണ്ടല്ലോ, അപ്പൊ അത് നമ്മള് ഇപ്പൊ ഈ സീസണിൽ എടുത്ത കുഞ്ഞുങ്ങളെ എടുക്കാറില്ലേ ഓട്ടാൻ? ജസ്റ്റ് ഇപ്പൊ ഞാൻ എല്ലാത്തിനും ചാൻസ് നമ്മളെ പറത്താൻ ഒരു ചാൻസ് കൊടുക്കും. എല്ലാത്തിനും പറത്തും. ഏകദേശം നമുക്ക് പറവയ്ക്ക് എടുക്കുന്ന പ്രാവുകള് കുഞ്ഞെടുക്കും, അത് കുറച്ച് വലിയ പ്രാവുകൾ അല്ല, ഇത്തിരി വലിയ പ്രാവുകൾ തന്നെ എടുക്കും. കുഞ്ഞുങ്ങളെ നമ്മൾ ഓട്ടിക്കും. പക്ഷെ എന്നാലും നമ്മള് അത് അടുത്ത സീസണിക്ക് അതിന്റെ നോക്കിയിട്ട് നമ്മൾ നിർത്തിയിട്ട് അടുത്ത സീസണിക്ക് വിടും. വലിയ പ്രാവുകളിനെ ഓട്ടുള്ളൂ. ഇതൊക്കെ നമ്മൾ എടുത്തിട്ടുള്ള കുഞ്ഞന്മാരാണ്. ഇതെല്ലാം ചിറ്റിച്ച് ഷെഡിൽ അങ്ങനെ വിട്ടിരിക്കുക. തുറന്നു വിട്ടിരിക്കുക. അതെ.
അടുത്ത് കാണിച്ചാൽ ഗുൽദാർ. മൊത്തത്തിലൂടെ ഒരുപാട് കരിങ്കണ്ണ് അത് പ്രാവളാണ്. അങ്ങോട്ടാക്കാം. ഇങ്ങനെ ഇങ്ങോട്ടാക്കാം. ആളെ ആട്ടി തരുന്ന പ്രാവാണ്. ഒക്കെ വന്നിട്ടുണ്ട് അവിടേക്ക് കാണാം. ശരിക്ക് അധികം വെള്ള, ചെറിയ കളറ്, സബ്ജാപ്പുള്ളി, ഗുൽദാറ്, വെള്ളയിൽ ഡോട്ട് ഉണ്ട്, വാലെറുപ്പുണ്ട്, സബ്ജാപ്പുള്ളി ഉണ്ട്. ചിലപ്പോൾ ഈ പ്രാവുകൾക്കൊക്കെ നമുക്ക് ഫീമെയിലുകൾ ഉണ്ടല്ലോ. അപ്പൊ ഇവിടെ ഒരു സെപ്പറേറ്റ് കൂട്. അതെ, ഞാന് ഇപ്പൊ നമ്മൾ സീസണില് കുഞ്ഞുങ്ങൾ എടുത്ത ശേഷം ഇതെല്ലാം സെപ്പറേറ്റ് പിരിച്ചിട്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ നേരത്തെ കാണിച്ച എല്ലാ ആണുകള് ഉണ്ട്. അപ്പൊ നമ്മള് വേണമെങ്കിൽ നമ്മളെ പെട്ടുകളിനെ കൂടി എല്ലാം കാണാം. രണ്ട് കാര്യങ്ങൾ ചെയ്തു തരണം. അങ്ങനെയാണ് ഫീമെയിലുകളിനെ ഒന്ന് പുറത്ത് തുറന്നിട്ട് കാണിക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ നമ്മളിപ്പോ ഒറ്റ പ്രാവുകളിനെ കണ്ടല്ലോ, അതിന് ഒന്നോ രണ്ടോ ഫീമെയിലിനെ ജസ്റ്റ് നമുക്കൊന്ന് നമ്മുടെ വ്യൂവേഴ്സിന് കാണാൻ വേണ്ടിയിട്ട് ഒരു ജോഡി പാറ്റേൺ ജസ്റ്റ് ഒന്ന് ഇട്ട് കാണിച്ചു ഒരു പ്രാവിനെ അതൊന്ന് കാണിച്ചു തരണം. നമുക്കത് ഫീമെയിലുകൾ കാണാമല്ലോ. അതെ, കുറച്ച് എന്നാൽ നമുക്ക് ഇതിലാണ് ഫീമെയിലുകൾ ഉള്ളത്. അപ്പോൾ ഇതുകൾ നമുക്ക് ഇവിടെ ഇട്ട് കാണാം. അപ്പോൾ ആള് നമുക്ക് ഫീമെയിലിനെ ഇട്ട് കാണിച്ചു തരുന്നുണ്ട്. അങ്ങനെ ഒരു 3 ഫീമെയിൽ ഇവിടെ കിടക്കുന്നുണ്ട്. ജാക്വാല് ഇതാവണം. ഇതാ പ്രാവ്, മഞ്ഞക്കണ്ണ്, കരിങ്കണ്ണ്, ഒരു ബ്ലൂ റോക്ക് പാണ്ടൻ. പിന്നെ ഇനി ഒരു 2-3 കൂടിയിട്ട് ഉണ്ടായില്. ഈ ഹവായിക്കൂട്ടിൽ കിടന്നിട്ടാ പോകുന്നുണ്ട്. പ്രാവുകൾക്ക് ഭയങ്കര പേടി. ചില പ്രാവൾക്ക് നല്ല പേടിയുണ്ട്, ചില പ്രാവൾക്ക് പേടിയില്ല. എന്നാലും നമുക്ക് കാണാം, ഓരോരോ പ്രാവുകളെ കാണാം. ഒരു അട്ടാറ് സാധനം ഭൂതി പറയും, അത് ചാടിപ്പോയി. അവിടെ ഉണ്ട് കേട്ടാ, എവിടെയും പോയിട്ടില്ല പ്രാവുകൾ. ഇതൊക്കെയാണ് ഫീമെയിലുകൾ. ഇത് നമ്മൾ കൂട്ടിലിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചില പ്രാവുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചാടി ഇതായി പോകും. അപ്പോൾ ഇതാണ് ഫീമെയിൽ. ഇനി 2 ഇതേ ലൈനിൽ തന്നെ ഒരു 2 പ്രാവുകളുണ്ട്. അത് നമുക്ക് ഇങ്ങനെ കാണാം കൂട്ടിനകത്തുനിന്ന്. ഇതുകളിങ്ങനെ ഒപ്പിട്ടിട്ടേ ഇടയ്ക്കൊരു മണ്ടയ്ക്കൊരു മാട കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതാണ് ഇവിടുത്തെ ഫീമെയിൽ. ഒന്നുകൂടി കാണിക്കാം ഫീമെയിലുകൾ. സലീം, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ഇതിന്ന് ഒരു നല്ലൊരു 2 സെറ്റിനെ നിങ്ങളുടെ ആംബ്രാൻ ഇട്ട് കാണിച്ചു തരുമോ? ഇതാണ് സലീം ജോഡി കോമ്പോ. ഇതാണ് അങ്ങനെ ഒന്ന് പൊക്കി പിടിക്കുക. മതി. ഇതാണ് ജോഡി കോമ്പോ. അങ്ങനെ ഉണ്ടാകും സൂപ്പറായിട്ട്. സലീം, ഇങ്ങനത്തെ ഒരു ജോഡിയായി എന്തായാലും താങ്ക് യു. ഒരു ജോഡി കൂടി കാണിച്ചു തരും? കാണിച്ചു. ഇതാണ് അടുത്തൊരു ജോഡി കോമ്പോ അല്ലെ? മെയിൻ സെറ്റ് അല്ലേ? മെയിൻ സെറ്റ്. രണ്ടും ചോരക്കണ്ണ്. ഇത് കഴുത്തുപൂതിയും അതേപോലെ ഇടജാക്കുവാല്. ഒന്ന് അതിന്റെ കുഞ്ഞുങ്ങൾ നല്ല റിസൾട്ട് ഉണ്ട്. അതിന്റെ കുഞ്ഞുങ്ങളെ നമ്മൾ നേരത്തെ ഷെഡിൽ നിന്ന് കാണിച്ചു തന്നത്. ഓക്കെ, ഇതൊരു ജോഡി. അപ്പൊ ഇവിടെ ഇങ്ങനെ പിടിക്കണമെങ്കിൽ ഒരുപാട് ഉണ്ടാവും. അപ്പൊ നമ്മൾ ചോദിച്ച പോലെ 2 സെറ്റിനെ കാണിച്ചു തന്നിട്ടുണ്ട്. സലീം, ഇപ്പൊ 2 ജോഡിനെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നല്ലോ. പിന്നെ എനിക്ക് ഒരു ജോഡിനും കൂടിയിട്ടൊന്ന് കാണിച്ചു തരാം. എന്താ വെച്ചാൽ ഞാനെന്ന് പറയാം, ഈ കാണുന്ന പ്രാവില്ലേ, ഈ റക്കവള്ള ആണിനെയും ഇതിന്റെ ഫീമെയിലിനും നിങ്ങളൊന്ന് പിടിച്ചിട്ടൊന്ന് കാണിച്ചു ജസ്റ്റ് ഒന്ന് കാണാനുള്ള ഒരു ആഗ്രഹമാണ്. എങ്ങനെ ജോഡി കോമ്പോ അറിയാൻ വേണ്ടി എന്തായാലും നോക്കാറുണ്ട്. അപ്പൊ ഒന്ന് അതിനൊന്ന് കാണിച്ചു തരുമോ നിങ്ങൾ? ഓക്കെ. സലീം, ഇതാണ് പ്രാവ്? അതെ, ഇതാണ് അതിന്റെ ജോഡി കോമ്പോ അല്ലെ? മിനിച്ച പ്രാവ് ഭയങ്കര കോത്തരച്ച റക്കവള്ള മൈന സെറ്റിന്. ഇതേ ജാക്ക് പോലെ അല്ലെ പ്രാവ്? അതിന്റെ കണ്ണൊന്ന് കാണിച്ചു നോക്കട്ടെ. ഒരു മിനിറ്റ്, അങ്ങനെ പിടിച്ചാൽ നെഞ്ഞിന്റെ ഇടയ്ക്ക് ഒന്ന് പിടിച്ചാൽ മതി. ഒരു ലൈറ്റ് ഷെയ്ഡ്, അതേപോലെ തന്നെ റെഡില്. ഇതിൽ സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും ക്ലിയർ ആയിട്ട് എനിക്ക് തോന്നുന്നത് സലീം. പിന്നെ നമ്മളിപ്പോ ഇവിടുത്തെ ലൈൻ ആയതുകൊണ്ട് അങ്ങനെ വലിയ കണ്ണൊക്കെ നോക്കും, അതങ്ങനെ ജസ്റ്റ് ഇട്ട് കൊടുക്കലാണോ? ലൈൻ വെറുതെ ബ്ലഡ് നോക്കി? അല്ല, നമ്മൾക്ക് നമ്മുടെ അതിന്റെ നോക്കേണ്ട കാര്യമില്ല. നമുക്ക് അത് കറക്റ്റ് ആയിട്ട് അറിയാം. അപ്പൊ അതിനർത്ഥം അത് റിസൾട്ട് പക്കയാണെന്നുള്ളത് കൊണ്ടാണ് നമ്മൾ നമ്മുടെ ഇതിന്റെ നോക്കുക. ഓക്കെ. ഈ സീസണിൽ ഇവിടെ പറത്താൻ വെച്ച പ്രാവുകളെ കൂടി കണ്ട് നമുക്ക് ഈ വീഡിയോ പതിയെ വൈൻഡപ്പ് ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെ ആയാലും അത് എന്നോട് കൂടി പങ്കുവെക്കാം. കുറച്ച് ഇവിടുത്തെ പ്രാവുകളെ കാണാം. പുറത്തുള്ള പ്രാവുകളൊക്കെ മെയിൽ പ്രാവുകളാണ്. ഇതൊരു പ്രാവ്, നെയ്യാറിലുണ്ട്. ഒക്കെ ഈ 2.5 കൂടാണ്. ആള് കാണിച്ചു തരുന്നുണ്ട് പ്രാവുകളെ. ഇതൊരു പ്രാവ്, പുറത്താണ്. ഓക്കെ. ഇനി അടുത്ത പ്രാവുകളെ കാണാം. പേടിച്ചിട്ടാ കൂട് തുറക്കണത്, ചാടുകയാണ്. ഇതൊരു പ്രാവ്. പിന്നെ ഇതൊരു പ്രാവ്. ഇതൊരു പ്രാവ്. ഇതൊരു പ്രാവ്. 5-8 പ്രാവുകൾ ചാടും. പ്രാവുകൾ ഓട്ടായതുകൊണ്ടേ ഇതാണ് പ്രാവുകൾ. ഈ വീഡിയോ കാണുന്നവർ നിങ്ങളുടെ ജില്ല കൂടി കമൻറ്റ് ചെയ്താൽ അത് എനിക്ക് കൂടെ അറിയാമായി. അവിടുത്തെ പ്രാവ് രാജാക്കന്മാരെ കൂടി ഒന്ന് മെൻഷൻ ചെയ്യണം.
അപ്പോൾ ഇതൊക്കെയാണ് ഈ ലോഫ്റ്റിന്റെ വിശേഷങ്ങൾ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കണം, ഇവിടുത്തെ പ്രാവുകൾ ഇഷ്ടമായെന്ന് വിചാരിക്കണം. അപ്പോൾ നമുക്ക് ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. സലീംക്ക് ഇനി പ്രാവുകളെ ഇപ്പോൾ സമയമായതുകൊണ്ട് പറപ്പിക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ നമുക്ക് കുറേ നേരം നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പറപ്പിക്കൽ മുടങ്ങും. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുടെ വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം സലീംക്ക. അപ്പോൾ ഓക്കെ.